ക്രിപ്റ്റോക്സ് ചിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു ഇന്നലെ. കളി കാണാത്തവർക്ക് നഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ മാച്ചിന് എന്ത് വിശേഷിപ്പിക്കാമെന്ന് പോലും അറിയില്ല. അത്രയും കിടിലൻ മത്സരം. കളിയില് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിൽ ഇന്നലെ ഡൽഹി ആദ്യം ടോസ് ചെയ്തിട്ട് ബൗളിംഗ് തിരഞ്ഞെടുത്തു അക്ഷർ പട്ടേൽ. അപ്പൊ ഡൽഹിയിലെ പിച്ചിനെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞതല്ലേ, 210 220 വരാൻ ചാൻസ് ഉള്ള ഒരു പിച്ചാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. ശുഭ്മാൻ ഗില്ലും സായി സുദർശനും തുടങ്ങി. സായി സുദർശൻ ആവട്ടെ വലിയ റൺസിലേക്കൊന്നും പോയിട്ടില്ല. അദ്ദേഹം ഇന്നലെ ശരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 12 റൺസാണ് സായി സുദർശൻ എടുക്കുന്നത്. 7 പന്തിൽ 12 റൺസുമായി മുകേഷ് കുമാറിന്റെ മുമ്പിൽ ബൗൾഡായി പോകുന്നു. എന്നാൽ ബട്ട്ലർ ജോസേട്ടൻ ഫോം ഔട്ടിലാണെന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ ഇന്നലെ അങ്ങനെയല്ല. ഇന്നലെ ഫോമിലേക്ക് വന്നു, 50 അടിച്ചു. 27 പന്തിൽ 52 റൺസ്, 5 സിക്സറുകളും 3 ബൗണ്ടറികളും ബട്ട്ലർ അടിച്ചു കൂട്ടി. പിന്നെ ഗില്ല് പഴയ മടങ്ങിയെത്തിയാണ്. കഴിഞ്ഞ കളി കളിച്ചിട്ടില്ല, ഇന്നലെ തിരിച്ചു വന്നു. അദ്ദേഹം നെഞ്ചിൽ പ്രശ്നമുണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഗില്ലിക 45 പന്തിൽ 70 റൺസ് അടിച്ചു ഗില്ലി. യഥാർത്ഥത്തിൽ ബട്ട്ലറും ഗില്ലും കൂടി അടിച്ചങ്ങ് പൊട്ടിച്ചു. 19 റൺസിന് സായി സുദർശൻ പോയി, 79 റൺസിന് ബട്ട്ലർ പോയി. അപ്പോ ആ 79 റൺസ് ബട്ട്ലർ പോകുന്നത് ബട്ട്ലർ ആരങ്ങ് അടിക്കുമായിരുന്നു. ഗില്ല വരെ റൊട്ടേറ്റ് ചെയ്യുമായിരുന്നു സ്ട്രൈക്ക്. പിന്നെ വാഷിംഗ്ടൺ സുന്ദർ വരുന്നു. വാഷിംഗ്ടൺ സുന്ദർ യഥാർത്ഥത്തിൽ ഇന്നലെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അത് പറയാനുള്ള കാരണം അദ്ദേഹം 50 അടിച്ചത് മാത്രമല്ല, കൃത്യമായ ഘട്ടത്തിൽ ബൗണ്ടറികൾ അടിച്ചു, കൃത്യമായ ഫേസിൽ റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെ രണ്ടാളും കൂടി അടിച്ചങ്ങ് പോയി മികച്ച രീതിയിൽ തന്നെ കളിച്ചു. വാഷിംഗ്ടൺ സുന്ദർ ഇന്നലെ 55 റൺസ് 32 പന്തിൽ. പിന്നെ ഗ്ലെൻ ഫിലിപ്സിന്റെ കാര്യം, അദ്ദേഹം 9 പന്തിൽ 16 റൺസാണ് ഫിലിപ്സ് അടിച്ചത്. ഒരു 6ഉം ഒരു 4ഉം, അങ്ങനെ നോട്ട് ഔട്ടാണ്. പിന്നെ തവാട്ടെ ഒരു ബോളിൽ 1 റൺസ്. അങ്ങനെ നിശ്ചിത 20 ഓവറിൽ അവർ അടിച്ചു കൂട്ടിയത് എത്ര റൺസാണ്? 210 റൺസ്. ഇന്നലത്തെ കളിയോടുകൂടി ബട്ട്ലർ അതായത് മെൻസ് T20 സിക്സസിൽ 600 സിക്സ് അടിച്ച പ്ലെയറുമായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോ 5ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഗെയിലും പൊള്ളാടും റസ്സലും നിക്കോളാസ് പൂറാണ് അദ്ദേഹത്തിന് മുകളിലുള്ള ബാക്കി പ്ലേയേഴ്സുകൾ. അപ്പൊ ഡൽഹിയുടെ ബോളിംഗിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇത് മുകേഷ് കുമാർ 4 ഓവറിൽ 55 റൺസ്. അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ച കണ്ടത്. പക്ഷെ പിച്ച് അങ്ങനെയാണ്. പക്ഷെ എന്നാൽ പോലും മുകേഷ് കുമാറിനെ കടികൊള്ളാൻ തുടങ്ങി. ഇനി ലുങ്കി എൻഗീഡിന്റെ കാര്യം എടുത്ത് പറയണം. അദ്ദേഹം ഇപ്പോൾ T20 മികച്ച ബോളറെ മാറിയിട്ടുണ്ട്. വേൾഡ് കപ്പ് കണ്ടവർക്ക് മനസ്സിലാവും. ഡൽഹിയുടെ ആദ്യത്തെ 3 കളി മികച്ച പ്രകടനം. ഇന്നലെ 4 ഓവർ 24 റൺസ് കൊടുത്തിട്ടുണ്ട്. എത്ര റൺസാണ് ആടുക? 210 വന്ന കളിയിലാണ് 24 റൺസ് കിട്ടി. പിന്നെ കുൽദീപ് യാദവ് വളരെ പ്രതീക്ഷപ്പെട്ട ബോളർ, 4 ഓവറിൽ 42 റൺസ് കൊടുത്തു. പിന്നെ അക്ഷർ പട്ടേൽ 3 ഓവറിൽ 32. നട്ടു 4 ഓവറിൽ 34 റൺസ്. വിപ്രാജ് നിഗം 1 ഓവറിൽ 23 റൺസ്. ആ ഓവറിൽ അടിച്ചെന്ന് പൊട്ടിക്കായിരുന്നുണ്ടായത്. അപ്പൊ മറുപടി ബാറ്റിംഗിൽ ഡൽഹി ഇറങ്ങുമ്പോ നമ്മൾ പ്രതീക്ഷയുടെ തുടക്കത്തിൽ അടി വരുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. രാഹുലും നിസാങ്കും കുടിച്ച് അടി കൊടുത്തു. നിസാങ്ക് ഇപ്പോ കഴിഞ്ഞ കളി ഫോമിൽ അദ്ദേഹം 24 ബോളിൽ 41 റൺസ്, 6 ബൗണ്ടറികളും 1 സിക്സും 170 സ്ട്രൈക്കിൽ കളിച്ചു. പിന്നെ KL രാഹുലിന്റെ കാര്യം, രാഹുൽ ഇന്നലെ അടിച്ച റൺസ് എത്രയായിരുന്നു? 52 പന്തിൽ 92 റൺസാണ്. അദ്ദേഹം ആദ്യത്തെ 2 കളി ഫോം ഔട്ടിലാണെന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ രാഹുൽ ഇന്നലെ കൃത്യമായിട്ട് കാണിച്ചു തന്നു, അദ്ദേഹം അടിച്ചു. പക്ഷെ അദ്ദേഹം ഒരു അല്പം കൂടി സ്കോറിംഗ് വേഗത കൂട്ടണമെന്നായിരുന്നു നമ്മുടെ അഭിപ്രായം. കാരണം അദ്ദേഹം ആദ്യമൊക്കെ കുറച്ച് ബോള് ഡിഫെൻഡ് ചെയ്ത നമ്മൾ കണ്ടു. രാഹുൽ ഇപ്പൊ നിസാങ്ക പോകുമ്പോൾ അവരുടെ ആദ്യത്തെ അവർ 8 ഓവറിൽ 76 റണ്ണിലേക്ക് എത്തിയിരുന്നു നിസാങ്ക പോയത്. പിന്നെ നിതീഷ് റാണ ഈ ടൂർണമെന്റിൽ ആദ്യത്തെ 3 കളി ഫോം ഔട്ടാണ്. പക്ഷെ അദ്ദേഹം സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ മികച്ച ഫോമിൽ കളിച്ച പ്ലെയർ ആണ്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയില്ല. അദ്ദേഹത്തിന് ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. റാഷിദ് ഖാന്റെ മുമ്പിൽ T20 ബെസ്റ്റ് ബോളർ റാഷിദ് ഖാന്റെ മുമ്പിൽ അദ്ദേഹം വീണ് പോയി. അദ്ദേഹം 5 റൺസാണ് എടുക്കുന്നത്. പിന്നെ ഈ സീസണിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന പ്ലെയർ സമീർ റിസ്വി, ഇൻഫോം ബാറ്റ്സ്മാൻ ആണ് സമീർ റിസ്വി. പക്ഷെ ഫസ്റ്റ് ബോൾ ഗോൾഡൻ ഡക്കാണ് ഇന്നലെ. ഒരു സൂപ്പർ ഡെലിവറി, അദ്ദേഹത്തിന്റെ ക്ലീൻ ബൗൾഡാണ് റാഷിദ് ഖാന്റെ മുമ്പിൽ അദ്ദേഹം ഒന്ന് മുട്ടിടിച്ചു പോകുന്നു. അപ്പൊ അങ്ങനെയാണ് ഡൽഹി കുറച്ച് സ്ട്രഗിൾ. പിന്നെ ഡേവിഡ് മില്ലറിന് സംഭവങ്ങൾ ഓർമ്മയുണ്ട്. മില്ലർ ഇറങ്ങിയിട്ട് റിട്ടയർഡ് ആയി പോകുന്നു. മില്ലറിന്റെ കൈക്ക് ഒരു ഇഞ്ചുറി വിട്ട് അദ്ദേഹം റിട്ടയർഡ് ആയി പോകുന്നു. പിന്നെ പകരം വന്ന അക്ഷർ പട്ടേലിന് 2 റൺസ്. അത് വിക്കറ്റ് റാഷിദ് ഖാൻ. അങ്ങനെ GT മെല്ലെ കളി കൈമിലൊക്കെ കൊണ്ടുവരുന്നു. അപ്പൊ രാഹുൽ ഒരു ഭാഗത്തുണ്ട്. രാഹുൽ അവിടെ നിന്നിട്ട് അടിച്ച് കളിക്കുന്നായിരുന്നു. പിന്നെ സ്റ്റെപ്സ് വന്നു. അപ്പൊ സ്റ്റെപ്സിനെ മുഴുവൻ നിർത്തിക്കൊണ്ട് രാഹുൽ അങ്ങനെ അടിച്ചങ്ങ് കളിച്ച സമയത്താണ് റൺഔട്ട് ആവുന്നത്. സ്റ്റെപ്സ് റൺഔട്ട്, അതായത് അനാവശ്യമായ ഗോളായിരുന്നു. സ്റ്റെപ്സ് റൺഔട്ട് ആയി പോകുന്നു. പിന്നെ മില്ലർ വരുന്നു, തിരിച്ചെത്തുന്നു. മില്ലർ വന്നിട്ട്
വന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത് കൈക്കോർസ് മേഖലയിലൊക്കെ ഷൂട്ട് കറക്റ്റായിട്ട് ബാറ്റിന്റെ ബോൾ ടൈം കിട്ടുന്നില്ലായിരുന്നില്ല. രാഹുൽ അടിച്ചം കളിക്കുമ്പോൾ രാഹുലിന്റെ വിക്കറ്റ് സിറാജ് എടുക്കുന്നു. പക്ഷെ രാഹുൽ 92 റൺസ് എടുക്കുന്ന ശരിയാണ്, 11 ബൗണ്ടറികൾ 4 സിക്സ്. രാഹുൽ പോകുമ്പോൾ ടീമിന്റെ സ്കോർ 17 ഓവറിൽ 160 റൺസാണ്. അന്ന് ജയിക്കാൻ വേണ്ട 18 ബോളിൽ 10 റൺസ് വേണം. 18 ബോളിൽ 10 റൺസ് വേണം. ഗ്രീസിലാരാ? ഡേവിഡ് മില്ലർ അവിടെ നിന്ന് അടിച്ചൊരു അടിയുണ്ട്. എന്താ പറയേണ്ടത് അറിയില്ല. കൊടുങ്കാറ്റ് പോലത്തെ അടിയാണ്. നിലം തൊടാതെ ബോൾ 6ലേക്ക്. സിറാജിനൊക്കെ കിട്ടലുണ്ടല്ലോ, അമ്മാതിരി കിട്ടല. ഒരു ഓവറിൽ 26 റൺസ് സിറാജിന് കിട്ടിയത്. അവസാനം 12 പന്തിൽ ജയിക്കാൻ 37 റൺസ് വേണം. പക്ഷെ ഇതേ കളി തോൽപ്പിക്കാനും കാരണം മില്ലറാണ്. അത് കളി കണ്ടവർക്ക് മനസ്സിലാവും. അടിച്ചങ്ങോടെത്തി അതേ മില്ലറിനെ കളി തോൽപ്പിച്ചു. പറയാനുള്ള കാരണം 12 പന്തിൽ 37 റൺസ് വേണം. അപ്പോ ആ ഓവറിലെ സിറാജിന്റെ ആദ്യത്തെ പന്തിൽ ശരിക്കും യഥാർത്ഥത്തിൽ മില്ലർ 6 അടിക്കുന്നു, ഡബിൾ ഇടുന്നു, 4 അടിക്കുന്നു, പിന്നെ 6 അടിക്കുന്നു. അങ്ങനെ ആ ഓവറിൽ 26 റൺസാണ് വരുന്നത്. ഒരു ഓവറിലൊക്കെ 13 റൺസാണ്. പ്രസിദ്ധ് കൃഷ്ണൻ അവസാനത്തെ ഓവറിൽ ആ ഓവറിൽ ആദ്യത്തെ പന്തിൽ വിപ്രാജിനികം ബൗണ്ടറി അടിക്കുന്നു. ആദ്യത്തെ പന്തില് ബൗണ്ടറി അടിക്കുന്നു. 5 ബോളിലേക്ക് 9 റൺസ്. രണ്ടാമത്തെ പന്തിൽ അതേ ഔട്ടാവുന്നു. 4 ബോളിലേക്ക് 9 റൺസ്. കുൽദീപ് യാദവ് സിംഗിൾ തുടങ്ങുന്നു. 3 പന്തിലേക്ക് 8 റൺസ്. മില്ലർ 6 അടിക്കുന്നു. പഴയ കില്ലർ മില്ലർ തിരിച്ചെത്തി. 2 പന്തിലേക്ക് 2 റൺസ്. 2 പന്തിൽ 2 റൺസ്. മില്ലർ അടിച്ച് ഓടിയിട്ടില്ല. പൊട്ടത്തരമേ പറയാനുള്ളൂ. അടിച്ചിട്ട് ഓടിയിട്ടില്ല. ഒരു ബോളിലേക്ക് 2 റൺസ്. ബോൾ മിസ്സാവുന്നു. കുൽദീപ് റൺഔട്ട് ആവുന്നു. അങ്ങനെ കഴിയുന്ന കിട്ടുകളി കൊണ്ട് കളഞ്ഞു ഡൽഹി ക്യാപിറ്റൽസ് എന്നേ പറയാനുള്ളൂ. പക്ഷെ മില്ലറിന്റെ പ്രകടനം രാഹുലിന്റെ പ്രകടനം എടുത്തും പറയണം. അദ്ദേഹം അടിച്ചങ്ങ് കളിച്ചു. കൈക്ക് ഇഞ്ചുറി പറ്റിയ ഒരു മില്ലർ കളിച്ചു ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ആ സിംഗിൾ എന്തുകൊണ്ട് ഓടിയിട്ടില്ല എന്ന് നമുക്കറിയില്ല. ഇപ്പോ കളിക്ക് ശേഷം യഥാർത്ഥത്തിൽ നമ്മുടെ റാഷിദ് ഖാൻ പറയുന്നു ഈ വിജയം നല്ലൊരു വിജയം തന്നെയാണ്. പക്ഷേ പ്രശ്നം ഇത്രയും നല്ല ടൈറ്റ് ആയിട്ട് മാച്ച് ഇങ്ങനെ ലൂസ് ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ് റാഷിദ് ഖാൻ പറയുന്നത്. ഇപ്പൊ റിസ്വിയുടെ വിക്കറ്റ് ഇട്ടത്. റിസ്വിയുടെ വിക്കറ്റ് യഥാർത്ഥത്തിൽ അവര് പ്ലേ ചെയ്ത് ജയിക്കാനാണ് റാഷിദ് ഖാൻ പറയുന്നത്. നമുക്കറിയാലോ അദ്ദേഹത്തെ സ്പിന്നറുടെ അത്ര അതേ ടച്ചിലാണ്. പക്ഷെ എന്നാൽ പോലും ആദ്യത്തെ ഒരു 5-6 പന്ത് അതേ സ്ട്രഗിൾ ചെയ്യുന്ന പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. റാഷിദ് ഖാൻ അപ്പോഴത്തെ മികച്ച T20 സ്പിന്നർ വന്നപ്പോൾ സമീർ റഷീദിനോട് പിന്നെ അക്ഷർ പട്ടേലിന്റെ വിക്കറ്റ് അദ്ദേഹം പറയുന്നു അതും പ്ലാൻ ചെയ്തായിരുന്നു. അക്ഷർ പട്ടേലിന്റെ വിക്കറ്റും പിന്നെ അക്ഷർ പട്ടേൽ ഒരു ബൗണ്ടറി വല്ല അടിച്ചിട്ടുണ്ട്. അദ്ദേഹം ടച്ചിലാണെങ്കിൽ കുറച്ച് പ്രശ്നമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോ. അപ്പൊ ഇതൊരു G20 കളി വിജയിച്ചിട്ടുണ്ട്. DC 2 കളി വിജയിച്ചു. പിന്നെ ശുഭ്മൻ ഗില്ല് പറയുന്നത് എന്താണെന്ന് അറിയോ? ശുഭ്മൻ ഗില്ല് പറയുന്നത് നമ്മൾ 3 കളി കളിച്ചവരെയും 3 കളിയും ലാസ്റ്റത്തെ ഓവർ എത്തിയിട്ടുണ്ട്. 2 കളി പരാജയപ്പെട്ട ലാസ്റ്റത്തെ ഓവറിലാണ്. ഇന്നലെ ജയിച്ചു. പിന്നെ മില്ലറ് സിംഗിൾ എടുക്കാണ്ട് വന്നപ്പോ നമ്മൾ കളി വെച്ച് ഉറപ്പിച്ചതാണ്. ആര് വരുന്നത്? ശുഭ്മൻ ഗില്ല് വരുന്നത്. അതാ പറഞ്ഞത് ആ സിംഗിൾ എടുത്തില്ലെങ്കിൽ കളി ഡ്രോ പിടിക്കായിരുന്നു. മില്ലർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് അന്നിപ്പോ ഒരു ചർച്ചാ വിഷയം. പിന്നെ നമ്മൾ ലാസ്റ്റത്തെ ബോൾ അദ്ദേഹം പറയുന്നുണ്ട്. ലാസ്റ്റത്തെ ബോൾ കൃത്യമായിട്ട് പ്രസിദ്ധ് കൃഷ്ണൻ പ്ലാൻ ചെയ്തു. സ്ലോ ബൗൺസർ എറിയണം. ഡേവിഡ് മില്ലർ സ്ട്രഗിൾ ചെയ്യും, അടിക്കാൻ പറ്റില്ലെന്ന്. ഇൻ കേസ് അടിച്ചാൽ തന്നെ ക്യാച്ച് വരും എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം ഫീൽഡിംഗ് ബേസ്മെന്റ് കണ്ടില്ലെങ്കിൽ ഫൈൻ ലെഗിലും ഡീപ് സ്ക്വയർ ലെഗിലൊക്കെയാണ് ഫീൽഡിങ്. മില്ലർ എങ്ങനെ അടിച്ചാലും ക്യാച്ച് വേണ്ട ബോളായിരുന്നു അത്. പിന്നെ കളി ഇപ്പൊ ജോസ് ബട്ട്ലറുടെ കാര്യം. ജോസ് ബട്ട്ലർ ഇപ്പൊ ഫോമിലൊക്കെ അവർക്ക് ശുഭസൂചനയാണ്. അദ്ദേഹം ഫോമിലെത്തിയത് എതിരാളികൾക്ക് അത്ര നല്ല സൂചനയുമല്ല. അദ്ദേഹം ടച്ചിലെടുത്താൽ നമുക്കറിയാലോ. ജോസ് ദ ബോസ്. അക്ഷർ പട്ടേൽ പറയുന്നുണ്ട്. അക്ഷർ പട്ടേൽ പറഞ്ഞ കാര്യം നമ്മൾ നല്ല ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, പക്ഷെ സമ്മതിച്ചു. പക്ഷെ എന്നാലും ക്രൂഷ്യൽ ടൈംസിലെ കുറച്ച് വിക്കറ്റുകൾ പോയി. പിന്നെ കൃത്യമായ റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിച്ചാണ് കാര്യം പറഞ്ഞത്. അതായത് 2 ഓവറിലേക്ക് 38 റൺസ് വേണ്ടപ്പോൾ 1 ഓവറിൽ 19 റൺ എടുത്ത് കളിക്കണം. അവിടെയാണ് മില്ലർ പ്രഷർ കുറച്ച് അടിച്ചത്. പിന്നെ മില്ലറിന്റെ ഇന്നിംഗ്സിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ടെന്നും അക്ഷർ പട്ടേൽ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പൊ GT ജയിച്ചു, ഡൽഹി തോറ്റു. പക്ഷേ GTക്ക് ഇപ്പൊ ഈ കളി കൊണ്ട് അത്ര ആശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അവരുടെ ബോളിങ്ങിൽ കുറെ പ്രശ്നങ്ങളില്ലേ? അത് നിങ്ങൾ കൃത്യമായിട്ട് കാണിച്ചെന്നില്ലേ? ഡൽഹി ബാറ്റേഴ്സ് പറയാൻ കഴിയില്ല. ഡേവിഡ് മില്ലർ കാണിച്ചെന്നില്ലേ? രാഹുൽ കാണിച്ചെന്നില്ലേ? അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ട്. DCക്കും ഇപ്പൊ ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് സംശയങ്ങളുണ്ട്. അപ്പൊ കൂടുതൽ വീഡിയോസ് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.